ഹലോ, ഗുഡ് ഈവനിങ്. സുഖാണല്ലോ എല്ലാവർക്കും. ഇപ്പോൾ ഇവിടെ കുറച്ച് വൈകിട്ടാവുമ്പോൾ അങ്ങനെ ഇരുട്ട് മൂടിയ പോലെയാണ് കേട്ടോ. കുറച്ച് മഴയുടെ ഒരു ലാഞ്ചനം, മഴയുടെ ഒരു വരവറിയിച്ചുകൊണ്ടുള്ള ഒരു സംഭവമില്ലേ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഒന്ന് കുറച്ച് സംസാരിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നതാണ്. എന്തോ പ്രായം കൂടുന്തോറും നമുക്ക് ഓരോന്നിലും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതായിരിക്കും കുറച്ചുകൂടി പ്രായം കൂടുമ്പോൾ നമുക്ക് മെച്യൂർഡ് ആവും, പക്വത വരും എന്നൊക്കെ പറയണേ അല്ലേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പക്വത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ് കേട്ടോ. ഏത് ഇമോഷൻസ് ആയാലും, അതായത് സ്നേഹമായാലും ദേഷ്യമായാലും കുറേയൊക്കെ നമ്മൾ അതിനോടുള്ള മറ്റുള്ളവരെ നമ്മൾ പ്രകോപിപ്പിക്കുന്നതിൽ നമ്മൾ വീഴാതിരിക്കുക, അതാണ് നമ്മളുടെ പക്വത എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ഏത് വികാരങ്ങളായാലും, അതിപ്പോൾ സ്നേഹമുണ്ട്, സ്നേഹം, കാമം, ക്രോധം എന്നൊക്കെ അല്ലേ പറയാം. ഏത് വികാരങ്ങളായാലും നമ്മളത് കൺട്രോൾ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വാക്കുകളും പ്രവൃത്തിയും മറ്റുള്ളവരെ ഒരുപാട് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ പെരുമാറാൻ പഠിക്കുക. വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കുക. ഇതൊക്കെയാണ് പക്വതയുടെ ഒരു മാനദണ്ഡമായിട്ട് കണക്കാണ്. ചില ആൾക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതടുത്ത് കൂടെ പോയിട്ടുണ്ടാവില്ല, എത്രയായാലും ഒരു ഗുണം ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് ശീലിക്കണം. നമ്മളെ കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും അമ്മമാരെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മളുടെ ആ വാക്കുകൊണ്ട് മറ്റുള്ളവർ എത്രത്തോളം വേദനിക്കുന്നു, അതിൻ്റെ കോൺസിക്വൻസ് എന്ത് എന്നറിഞ്ഞുകൊണ്ട് പെരുമാറാൻ മക്കളെ പഠിപ്പിക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെന്ന് വെച്ചാൽ തെറ്റ് ചെയ്തവരല്ല തെറ്റുകാരായി മാറുന്നത്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരും തെറ്റിനെതിരെ ശബ്ദിക്കുന്നവരുമാണ് ഇന്ന് തെറ്റുകാരായി മാറുന്നത്. അതൊന്നും കാര്യമില്ല. തെറ്റാണെന്ന് കണ്ടുകൊണ്ട് തന്നെ തെറ്റിനെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. അതും പഠിപ്പിക്കണം. പക്ഷേ അതേസമയം അത് പക്വതയോടും പാകതയോടും കൂടെ ഹാൻഡിൽ ചെയ്യാനും കൂടി അവരെ പഠിപ്പിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് അമ്മമാർ. അത് നമ്മളും ഓരോ വ്യക്തിയും സ്വയം ശീലിക്കേണ്ട ഒരു കാര്യമാണ് പക്വതയോടുകൂടെ പെരുമാറുക എന്നുള്ളത്, അല്ലേ. ഇമോഷൻസ് നമ്മൾക്ക് വരും. ദേഷ്യം വരും. ചിലപ്പോൾ ഒരാൾ നമ്മളെ അടുത്ത് ഇങ്ങനെ പെരുമാറുക, അങ്ങനെ തിരിച്ച് പെരുമാറുക, അതല്ല അയാൾക്കുള്ള മറുപടി, അല്ലേ. നമ്മൾ സ്വയം മാറി ചിന്തിക്കണം. കാരണം നമ്മളും അയാളും ഒരേ ലെവലാകുമ്പോൾ, അല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ അവരെക്കാൾ ഉയരത്തിൽ ചിന്തിക്കുന്നവരാണെന്ന് കാണിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ അവരെക്കാൾ ഉയരത്തിൽ നിന്നുകൊണ്ടായിരിക്കണം, അല്ലേ. നമ്മളുടെ ഗ്രോത്ത് കാണിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ റിയാക്ഷൻ. അല്ലാതെ അതേപോലെ തന്നെ അവർ പ്രതികരിക്കുന്ന അതേ നാണയത്തിൽ തന്നെ അവർ ചെയ്യുന്ന അതേ നാണയത്തിൽ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് വളരെയായിട്ട് മോശം, നമ്മളെ പേഴ്സണാലിറ്റീനെ തന്നെ ബാധിക്കും, അല്ലേ. അപ്പോൾ അതൊരു പക്വതയുടെ അടയാളമല്ല. അപ്പോൾ പക്വതയുള്ളൊരു വ്യക്തി എപ്പോഴും ചിന്തിക്കണം, അതായത് മെച്യൂർഡായിട്ട് ഉള്ളൊരു വ്യക്തി എപ്പോഴും നമ്മളെ അടുത്ത് ആരെന്ത് പെരുമാറിയോ നെഗ്ലക്റ്റ് ചെയ്യുക. നമ്മൾ നമ്മളുടെ ഗ്രോത്തിൽ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേദനിക്കാത്ത രീതിയിൽ പെരുമാറാൻ കുറച്ചൊക്കെ ഒന്ന് ശ്രമിക്കുക, ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാവ് എ ഹാപ്പി ഡേ ടു ഓൾ. ബൈ.